ഒരു അപ്രതീക്ഷിത പ്രഖ്യാപനമായിരുന്നു ഇന്നലെ കേട്ടത്. BJP സംസ്ഥാന ഉപാധ്യക്ഷ സ്ഥാനവും ഒപ്പം തന്നെ പ്രാഥമിക അംഗത്വവും രാജിവെക്കുന്നതായിരുന്നു. ഇത് സത്യമായ കാര്യമാണോ അതോ അല്ല നോണ? ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. ആ വൈസ് പ്രസിഡന്റ് സ്ഥാനം ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വവും രാജിവെക്കാനുള്ള രാജിക്കത്ത് ഞാൻ എഴുതി വെച്ചിരിക്കുന്നു. തിരിച്ചറിവ് വൈകിയേ വരൂ എന്ന് പറയുന്നത് എത്ര ശരിയാ? അത് അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് തോന്നാം, അല്ലെങ്കിൽ ജനങ്ങൾക്ക് തോന്നാം, അല്ലെങ്കിൽ മീഡിയയ്ക്ക് തോന്നാം. ഇത് അപ്രതീക്ഷിതമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം. ഇതൊക്കെ ഞാൻ നേരത്തെ മനസ്സിൽ കണ്ടിരുന്നതാ. കഴിഞ്ഞ ഒരു 6 മാസമായിട്ടുള്ള ഞാൻ വളരെ കൂടുതൽ ആലോചിച്ച് ദൈവത്തിന്റെ തന്നെ ഒരു വിളി എനിക്ക് വരും എല്ലാ കാര്യങ്ങളിലും. അങ്ങനെ ഒരു വിളി വന്നതാണ്. സർക്കാർ അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആൺകുട്ടിയെ കണ്ടു. ഞാനൊരു നേരെ മറിച്ച് ഇവരുടെ പാർട്ടിയിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും സ്ഥാനത്തിന് മോഹിച്ച് നിൽക്കുന്ന ഒരാളാണെങ്കിൽ പിന്നെയും പഠിച്ചു തൂങ്ങി നിൽക്കാം, എല്ലാം സഹിച്ചുകൊണ്ട്. എനിക്കങ്ങനെ സഹിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് BJP. അത് നല്ല അടികൊള്ളാത്തതിന്റെ. അവിടെ നിങ്ങൾ നേരിട്ട് വന്ന് ഇവിടെ കേരളത്തിന്റെ കാലാവസ്ഥയിൽ നിങ്ങൾ കാല് കുത്തിയാൽ നിങ്ങൾക്ക് ഇവിടെ കാല് ഉറപ്പിക്കാൻ പറ്റില്ല. അത് പിന്നെ തെളിയിക്കപ്പെട്ടിട്ടുള്ള ശാസ്ത്രശാഖയാണല്ലോ. കാരണം ജനങ്ങളുള്ള ഈവൻ ഹിന്ദുക്കളിൽ വരെ ഒരു ഭയം, ഒരു ഭീതിയുണ്ട്. അത് തന്നെയാണല്ലോ അതിന്റെ പ്രശ്നം. വെറുതെ എന്തിനാ മനുഷ്യന്മാരെ കൊണ്ട് പറയിപ്പിക്കുന്നേ? അത് നിങ്ങൾ മാറ്റിയെടുക്കാതെ ഇവിടെ കേരളത്തിൽ BJPക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? ഭയങ്കര ചീപ്പാളിയാ, ചീപ്പാ. അതിന് എന്നെ ഉപയോഗിക്കാൻ നിങ്ങൾക്ക്. അപ്പൊ ഞാൻ പറയുന്നത് കേൾക്കാനും ഞാൻ പറയുന്നത് സത്യമാണെന്ന് വിശ്വസിക്കാനും പറ്റുന്ന വലിയൊരു സമൂഹം ഇവിടെയുണ്ട്. അത് ജാതി മത ഭേദമന്യേ. അങ്ങനെയൊക്കെ വഴിയില്ലോ. അത്രയും വേണോ? വേണം, കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. അപ്പൊ ആ ഒരു സ്ഥാനത്ത് ഞാൻ മാറ്റിയെടുത്തുകൊണ്ട് BJPയെ ജയിപ്പിക്കാനുള്ള ഒരു സംവിധാനം എനിക്കുണ്ടാവും. എന്റെ പൊന്ന് സാറേ, ഈ കള്ളന്മാരുടെ കൂടെ പിടിച്ചേക്കാൻ ഞാൻ പെടുന്ന പാട്. പക്ഷേ കാലപ്രഭാവത്തിൽ അത് കഴിഞ്ഞതിന് ശേഷം പറ്റുമ്പോൾ എനിക്കതിനുള്ള സ്പേസ് തരണ്ടേ? ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചില്ല. അവരുടെ ഒരുപാട് കാര്യങ്ങൾ മാറ്റി, ഒരുപാട് പദ്ധതികൾ എന്റെ മനസ്സിലുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയൊന്നും ആരും ചെയ്യാറില്ല. ചെയ്ത എല്ലാവർക്കും കൊള്ളാം. ഞാൻ അന്ന് എന്റെ പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാവുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, അന്നൊന്നും നിങ്ങളില്ല. നിങ്ങൾ ചെറിയ കുട്ടികളാ. 2004 നിങ്ങളെ കുറിച്ച് ഇങ്ങനെയൊന്നും ഇത്രയൊന്നും ആരും വിചാരിച്ചിരുന്നില്ല. അന്ന് വലിയൊരു മാധ്യമ പടം തന്നെ ഉണ്ടായിരുന്നു എന്റെ ആദ്യത്തെ ഇനോഗ്രേഷന്. അതെയോ? നിങ്ങളാളൊരു ഐറ്റം തന്നെ കേട്ടോ. അപ്പോൾ ഒരു പത്രപ്രവർത്തകൻ, എൻ്റെ ഫ്രണ്ടാണ്, അദ്ദേഹം പറഞ്ഞു, ദേവേട്ടാ വട്ടാണല്ലേ എന്ന് ചോദിച്ചു. ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? അയാൾക്ക് എന്തുമാത്രം മാനസികമായ വിഷമുണ്ടായി കാണും. വട്ട് തന്നെയാണ്, ഭ്രാന്ത് തന്നെയാണ്. ഞാൻ പറഞ്ഞു, ഈ ലോകത്തിന്റെ വലിയ വലിയ മഹാപ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ട് അവർ വിജയിച്ചതൊക്കെ ഏതെങ്കിലും ഒരു ഭ്രാന്തമായ ചിന്ത കൊണ്ടല്ലേ? ഭയങ്കരമായ ആള്. വെറും ഭയങ്കരനല്ല, ഭയങ്കരമായ ആള്. പക്ഷെ 2004 അവിടെ. കാരണം വളരെ ശക്തമായ UDFും LDFും ശക്തമായി അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നടുക്ക് വരുന്നൊരു മനുഷ്യനാണ് ഞാൻ. ഇത്തരം പുണ്യപ്രവൃത്തികൾ ചെയ്യുന്നത് നല്ലതാണ്. എൻ്റെ പേരിൽ കേസുകൾ, അറസ്റ്റ് വാറണ്ട്, എൻ്റെ ഓഫീസിൽ തല്ലിപ്പൊളിക്കുക, പോസ്റ്റേഴ്സ് കത്തിക്കുക, ശാരീരികമായി എന്നെ അറ്റാക്ക് ചെയ്യുക, ഇതൊക്കെ ഞാൻ നടന്നിട്ടാണ് വന്നത്. എന്നിട്ടും ഞാൻ നിന്നില്ലല്ലോ. നല്ല മനുഷ്യൻ, ഞാൻ തെറ്റിദ്ധരിച്ചു. അപ്പൊ അങ്ങനെ വന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകന് ഞാനൊരു പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് ചേരുമ്പോൾ ഇത് അവരത് മനസ്സിലാക്കണ്ടേ? ഇതൊന്നും മനസ്സിലാക്കാനുള്ള മൂലയില്ല. ഇയാൾ ആരാണെന്ന് മനസ്സിലാക്കണം. അല്ലാണ്ട് ഏതെങ്കിലും ഒരു സ്ഥാനമോഹിയായിട്ട് ചാടി കയറി BJPയിലോ ഏതെങ്കിലും പാർട്ടിയിൽ വന്നവനല്ല ഞാൻ. മറ്റൊന്നും തോന്നരുത് സാറിന്, ഇനി ഇവിടെ റോളൊന്നുമില്ല. എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്, കൊഴുപ്പിൽ ചാണകം വാരിയിട്ടില്ല, പോയി വാര്.